Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ 2022-23 PG അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PGCAP 2022-23 അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. And also please like and share the videos. നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നിങ്ങളൊരു ഇൻഫർമേഷനും കൂടിയല്ലേ ഷെയർ ചെയ്യുന്നത്. മോസ്റ്റ്ലി ഡിഗ്രി സ്റ്റുഡൻസ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഒക്കെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ PG അഡ്മിഷന്റെ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അവർ കൊടുത്ത ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് അതായത് 25/7/2022 PGCAP അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റായ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ DOAയുടെ സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ PGCAP കാണാം. UGCAP ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യം, എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ 2 വീഡിയോസ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിന് ആ വീഡിയോയിലേക്ക് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം PGCAP 2022 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ലിക്കേഷൻ. അപ്പോൾ ക്ലിക്ക് ഓൺ ടു PGCAP 2022. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PGയുടെ മാത്രമായിട്ടുള്ള ഒരു പേജിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു പേജിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്, പ്രസ് റിലീസ്, പിന്നെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കും. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇൻഡെക്സിങ് റൂൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ എന്താ പറയുക, ഒരു ഒളിപ്പിച്ച് വെക്കാതെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട ഡീറ്റെയിൽസ് ഫോർ എയ്ഡഡ് കോളേജസ് അതും ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്കും ഉണ്ട്, ഫീസ് സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രീവിയസ് ഇയേഴ്സ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. എങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഓർഡർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് ഏതൊക്കെ കോഴ്സസ് ആണ് എന്നുള്ളത് ഓർഡർ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിസിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ്ലി നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡേറ്റ് നമുക്ക് കാണാം, 25/7/2022 അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത്, അതായത് ഇന്ന്. ഓൺലൈൻ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/8/2022. ഓക്കെ, August 4 വൈകുന്നേരം 5 മണി വരെയാണ് അപ്ലിക്കേഷൻസ് റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ PGCAPന്റെ സൈറ്റ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്, ഇത് എന്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് ഏകജാലകമായിട്ട് PGക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ PGCAP. ഓക്കെ, അപ്പോൾ ഒറ്റൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എല്ലാ കോളേജിലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ ഉള്ളൊരു സിംഗിൾ വേ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു PGCAP. അപ്പോൾ ഇതിന് നിങ്ങൾ PG എന്ത് രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് കോളേജിലും PG അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് മാനേജ്മെന്റ് കോട്ടയോ കമ്മ്യൂണിറ്റി കോട്ടയോ സ്പോർട്സ് കോട്ടയോ എന്ത് തന്നെയാണെങ്കിലും PGCAP നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഏത് രീതിയിലായാലും PGCAP രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതൊരു മസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ ഈ വെബ്സൈറ്റ് കയറിയിട്ട് PGCAPൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഏതൊക്കെ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അക്കാഡമിക് ഡീറ്റെയിൽസും കൊടുത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അപ്ലിക്കേഷൻ അവിടെ വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഫീ സ്ട്രക്ചർ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 420 rupees ആണ്, SC/ST കാൻഡിഡേറ്റ്സിന് 175 rupees ആണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഓൺലൈൻ ആയിട്ടാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. SBI ഓൺലൈൻ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക, നിങ്ങൾ ഓരോ PGക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുക. കൂടെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക.
അതെങ്ങനെയാന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം. ഇനി മാൻഡേറ്ററി ഫീ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. നമ്മൾ ഫീ പേയ്മെന്റിന്റെ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി എന്താണ് വെബ്സൈറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. കാരണം എല്ലാ സാഹചര്യത്തിലും ഈ ഒരു പ്രിന്റ് ഔട്ട് ആവശ്യമായിട്ട് വരും. ഇനി കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ടയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കോളേജുമായിട്ട് സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊന്ന് കാണാം. പ്രസ് റിലീസിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫീ നമ്മൾ പറഞ്ഞു 424 ജനറൽ ആൻഡ് 175 ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. വെബ്സൈറ്റ് admission.uoc.ac.in. ഈ CAP ID നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന്റെ ഫോൺ നമ്പർ കൊടുക്കുക. അതിലേക്ക് OTP എല്ലാം വന്ന് മീൻസ് എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഫോണിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ അത് വളരെ സൂക്ഷിച്ചു വെക്കുക. പിന്നെ മിസ്സായി പോയി അല്ലെങ്കിൽ മെസ്സേജ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ആണ് നിങ്ങൾക്ക് മിസ്സാവാൻ പോകുന്നത്. പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു, പിന്നെ എന്തോ ഒരു എഡിറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ തെറ്റ് പറ്റി, ഇനി അത് എപ്പോഴാണ് മാറ്റുകയെന്ന്. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വിച്ച് മീൻസ് ഒരു പർട്ടിക്കുലർ ഡേറ്റ് അല്ല. നിങ്ങൾ ഇന്നിപ്പോൾ അപ്ലൈ ചെയ്തു, നാളെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി ജനറൽ, മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് ഏത് കാറ്റഗറി റിസർവേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ CAP ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുക. മാനേജ്മെന്റും സ്പോർട്സ് കോട്ടയും ആണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ ഈ ഒരു പ്രിന്റ് ഔട്ട് കൊടുത്തിട്ട്, അതായത് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലാതെ ആ ഒരു കോളേജുമായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ 10 കോളേജസ് കൊടുക്കാനാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ 10 കോളേജ് ആ ഒരു ഓർഡറിൽ കൊടുക്കുക. ഗവൺമെന്റ് എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് എന്നിങ്ങനെ ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയാണ് PGCAP 2022യുടെ കാര്യങ്ങൾ പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഓപ്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ജസ്റ്റ് നിങ്ങൾ ഈ PGCAP സ്റ്റാർട്ട് ചെയ്തോന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. Keep watching, keep supporting. Thank you.